ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ബാക്ക് ടു ലൈഫ് ഒരു വീഡിയോ ആണ് ഗായ്സ്. കാരണം ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ രംഗത്തിറങ്ങുകയാണ്. അതായത് എൻ്റെ ഇത്രയും ദിവസം കിടക്കണമെന്നുണ്ടായിട്ടില്ല. ഓപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ ഓവർ കിടന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അധികവും നടക്കുകയൊക്കെ ചെയ്തത്. കാരണം സ്റ്റിച്ച് ഉണങ്ങണമെങ്കിലും നടക്കണം എന്നാണ് പറഞ്ഞത്, അത്യാവശ്യം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഹോം നേഴ്സൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ രാവിലെ 9 മണിയായിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ 9 മണിയൊക്കെ എണീക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 9 മണിക്ക് എണീച്ച്. അപ്പോൾ അതായത് കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഉണ്ടല്ലോ, അപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മൾ വൈകിട്ട് എണീച്ചിട്ട് തിരുമ്പി കഴിഞ്ഞാൽ തുണി ഉണങ്ങി കിട്ടൂല. വെയിലാണെങ്കിൽ പ്രശ്നമില്ല, വയ്യപ്പം തന്നെ തിരുമ്പിയാൽ അപ്പം തന്നെ ഉണങ്ങി കിട്ടുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റിൽ ഇപ്പം നമ്മുടെ ബേബിൻ്റെ തുണിയൊക്കെ ഇറക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ ക്ലീൻ ചെയ്തിട്ട് വാഷിലിടും കേട്ടോ. അത്രയുള്ളൂ. വാഷിൽ ഉണങ്ങിക്കഴിഞ്ഞാലും മഴൻ്റെ ഒരു കുളിപ്പ് കാരണം ഇങ്ങനെ ഫുള്ള് നല്ല ഡ്രൈ ആയിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പണീനത്തെ. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ ഉണ്ട്, രാത്രിത്തെ കറി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് രക്ഷപ്പത്തൽ വേണം. പിന്നെന്താണ്, ഉച്ചക്കൊക്കെ ചോറ് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ വെക്കും. ഇന്ന് വയ്യാതെ. അപ്പോൾ അതുവരെ ബേബി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ കലാപരിപാടികൾ. എനിക്ക് നല്ല ഉറക്കമുണ്ട്, ഇനിയും ഉറങ്ങാനുണ്ട്. ഓക്കെ, വാ. അപ്പോൾ നമ്മളിതാ തുണികളൊക്കെ വാഷിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു തുണി ഞാൻ മറ്റേ ക്ലീനാക്കാൻ ഉണ്ടാക്കും. ബാക്കിയെല്ലാം മൂത്രച്ച് തുണിയാണ് ഉണ്ടായത് കേട്ടോ. അപ്പം എന്താണ്, അപ്പം ഇന്ന് നമ്മൾ ബേബിൻ്റെ കുളിയൊക്കെ ഉണ്ട്. അത് തുണിയാണ്ട് കാണിക്കൂല, എന്നാലും. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുളിപ്പിക്കാൻ പോകാൻ ഇന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് മെഹ്റാനെ കുളിപ്പിക്കാൻ പോകാൻ ഇൻഷാല്ലാ. അങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ നമുക്കിനി 10 രൂപ ഇടാൻ പറ്റും. അങ്ങനെ ചോറ് ഇതാ വെച്ചിട്ടുണ്ട്. 10 ഇടാൻ പോകുന്നു. 10 കുറച്ചേ ചോദിക്കുന്നു കേട്ടോ. രാത്രിത്തെ 10 കുറച്ച് ബാക്കിയുണ്ട് അത്ര. പിന്നെ എനിക്ക് പുറത്ത് വെറുതെ ആവശ്യത്തിന് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഒക്കെ ഇപ്പോഴേ വരില്ല. ഇക്ക് 10 ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹെഞ്ചൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിപ്പോൾ രാത്രിത്തെ 10 ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചുട്ടേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് രാത്രിത്തെ 10 അത് രാത്രിത്തെ ചൂടാക്കി എടുക്കാം. നമ്മുടെ ജനല് മൊത്തം തുണികൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റിട്ടത്.
നമ്മുടെ 10 ചുടിന് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ബിസ്ക്കറ്റും കൂടി ജസ്റ്റ് ചായ കുടിക്കണം. എന്നിട്ട് നമുക്ക് നിഹറ എണീച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ കഞ്ഞിയായിട്ടായിരിക്കും നമുക്ക് ചൂടണം വെക്കാൻ നമുക്ക്. എന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബാത്തിങ് ആണ് എൻ്റെ കൈയോടുള്ളത്. അപ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. ചെന്നു ഓക്കെ. അപ്പോൾ ചായ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് എന്തായാലും ഒരു എണീക്കുമായിരിക്കും. ഇനി നമുക്ക് കുളിക്കാം. മിഹ്റ അപ്പം അങ്ങനെ ഞാനും ഷെഞ്ചൂത കത്തിലെടുക്കലായിട്ടാ 10 കോഴിക്കറിയും തിന്നുന്നത്. അപ്പം മിഹ്റ നമ്മൾ ടേബിളിൽ കിടത്തിയിട്ടുണ്ട് ഞാനേട്ടാ. കാരണം റൂമിൽ അവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കരയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് കിടത്തി. ഇപ്പം ഇങ്ങനെ കരയാനുള്ള പുറപ്പാടിലാണ്. ഓക്കെ. അപ്പം നമുക്ക് എന്താ 10 പൊട്ടത് ഇതിലാണ് നമ്മൾ ഇന്ന് ബേബിനെ കുളിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഫാനിൽ ഉണങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് വേറൊരു രക്ഷയില്ല. മുറ്റത്തൊക്കെ ഷീറ്റിനുള്ളൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ അഴുന്നിട്ടാൽ ഉണങ്ങി കിട്ടുന്നില്ല മക്കളെ. ഉണങ്ങി കിട്ടുന്നില്ല. സോ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സമയം മഗ്‌രിബ് ആവാനായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രീൻ പീസ് കറിയും ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശക്കറി അരച്ചിട്ട് ചൂടുന്ന ടൈമിൽ കാണിക്കാം. എന്നിട്ട് ഇങ്ങനെ ഫുള്ള് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ ആ സമയത്ത് ഞാൻ ഫോൺ പരത്തിയിട്ട് അവിടെ വെച്ചൊന്ന് കാണുന്നുണ്ടായി ചേട്ടാ. ഞാൻ വയ്യ നോക്കുമ്പോഴത്തേക്ക് ഏണിൻ്റെ മേലെ ഉണ്ടായി. ഞങ്ങൾക്ക് ഫോണിൻ്റെ വെച്ച് പെട്ടെന്ന് പിന്നെ വയ്യ ഓർമ്മയുണ്ടാവില്ല ഏടെ വെച്ച്. ഓക്കെ. അപ്പം ഗ്രീൻ പീസ് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ കത്തിലെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഷെൻജുവിനെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് ഇപ്പം ഈ ഒരു വൈൻഡപ്പ് എടുക്കുന്നത്. കാരണം ഇന്നലെ രാത്രിത്തെ ഫുഡ് കാണിക്കാൻ തന്നെ എനിക്ക് ഞാൻ ഗ്രീൻ പീസ് കറി ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് കാണിക്കാന്നെല്ലാം വിചാരിച്ച് അത് കാണിക്കാൻ പറ്റില്ല. കഴിക്കുന്നത് കാണിച്ചിട്ടില്ല. എല്ലാം മറന്നു പോയിട്ടാ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അങ്ങനെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയും തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബൈ.